വാർത്തകൾ വിശദമായി. കലൂർ സ്റ്റേഡിയത്തെ പരിപാടിക്കിടെ വീണ് ഗുരുതര പരിക്കുകൾ നേരിട്ട തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. സെഡേഷൻ മരുന്നിനെ ഡോസ് കുറച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ മാത്രമേ ഗുരുതരാവസ്ഥ തരണം ചെയ്തുവെന്ന് പറയുവാൻ സാധിക്കൂ. ഉമാ തോമസ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. കൈകാലുകൾ അനക്കുകയും ചിരിക്കുകയും കയ്യിൽ മുറുകെ പിടിക്കുവാൻ മകൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തിരുന്നു. വായിൽ ട്യൂബുള്ളതുകൊണ്ട് സംസാരിക്കുവാൻ സാധ്യമല്ല. ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്ന് പറയാൻ സാധിക്കൂ. ശ്വാസകോശത്തിന്റെ കാര്യത്തിലാണ് നിലവിൽ വെല്ലുവിളി നേരിടുന്നത്. അണുബാധ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമം തുടരുന്നതായും ഡോക്ടർമാർ പറഞ്ഞു. ഇന്നത്തെ CT സ്കാൻ എടുത്തതിന്റെ റിവ്യൂ പറയാനാണ് വിളിച്ചത്. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 2 കുഴലാണ്. അപ്പൊ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കിട്ടുന്നു. വളരെ കുറവേ ഉള്ളൂ, ഒരു 200 ml താഴെ ഉള്ളൂ 2 സൈഡിലും. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള അത് ഫ്രാക്ചറാണ്. അപ്പൊ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞായറാഴ്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മെഗാ ഭരതനാട്യം തുടങ്ങുന്നതിന് മുൻപ് വൈകിട്ട് 6:30 അപകടം നടന്നത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ്. കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചാണ് ഉമാ തോമസ് MLA വീണത്. ഉടൻ തന്നെ ആംബുലൻസിൽ പാലാരിവട്ടം റിനയ് മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അല്ല, ഗുരുതരമായ പാളിച്ച, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പോലീസ് തന്നെ സമ്മതിച്ചല്ലോ. ഒന്ന് ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ആ സ്ഥലമാണ് GCDയിലെ എഞ്ചിനീയറിംഗ് വിങ് ശ്രീ ഹൈബിയുടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അവരത് ശ്രദ്ധിക്കണമായിരുന്നു. വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഉള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം. പോലീസ് ഉത്തരവാദിത്തമില്ലേ? കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ? കളമശ്ശേരിയിൽ ക്യുസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ? അന്നും പോലീസിൻ്റെ അനാസ്ഥയുണ്ടായിരുന്നു. ഇവിടെയും പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. 10-15,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർ പല പ്രാവശ്യം. എത്രയോ പരാതികൾ ആളുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല. ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ്. അപ്പോൾ പോലീസിനും GCDAക്കും എല്ലാവർക്കും സംഘാടകർക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അല്ല, ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി, ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്. കൃത്യമായ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത്. ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം, പിന്നെന്തിനാ അന്വേഷണം നടത്തുന്നത്? ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. ഒരു സുരക്ഷാ വീഴ്ചയില്ല, ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത്? അതൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്തു വരില്ല. അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ, ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ? അങ്ങനെ ആയിരിക്കുമോ നോക്കുന്നത്? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ? സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയാ? പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ്, ആളുകൾ പുറത്തേക്ക് പോകുന്നത്, അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ? പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്ന, ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് CPM-ആയിട്ട് ബന്ധമുണ്ട്.
അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ, ADGP S ശ്രീജിത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരുൾപ്പെടെയുള്ള അതിഥികൾ അപകടം നടക്കുമ്പോൾ വേദിയിൽ ഉണ്ടായിരുന്നു. 15 അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് വീണത്.